ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് പോസ്റ്റർ ബോയ് ആയിരുന്നു ബൈജൂസ് എന്ന സ്റ്റാർട്ടപ്പ്. $22 ബില്യൺ വാല്യുവേഷൻ വരെ എത്തിയ ബൈജൂസ് ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ $1 ബില്യൺ താഴോട്ട് പോയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരുപാട് ആരോപണങ്ങൾ ബൈജൂസ് നേരിടുന്നു. ബൈജൂസ് ആക്ച്വലി ഫെയിൽ ആവരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു ടേൺ അറൗണ്ട് ബൈജൂസിന് ആവശ്യമാണ്. അത് ബൈജൂസിൻ്റെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ മൊത്തം എട്ടെക്സിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെയും വളരെ ബാഡ് ലൈറ്റിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമായിരിക്കും ബൈജൂസിന് ഒരു വലിയൊരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ. സോ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈജൂസ് ഫെയിൽ ആവാൻ എൻ്റെ ഒരു ഒബ്സർവേഷനുള്ള പ്രധാനപ്പെട്ട ഒരു 4-5 കാരണങ്ങൾ എന്തെല്ലാമാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പിൻ്റെ എക്സാൻവൈലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്തെല്ലാം ലേണിങ്സ് ആണ് അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത്, അല്ലെങ്കിൽ ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്തെല്ലാം ഇൻസൈറ്റ്സ് ആണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. വെൽക്കം ടു ദ ചാനൽ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ 5 കാര്യങ്ങളിൽ നമ്പർ 1 ഗ്രോത്ത് എന്നുള്ളതാണ്. ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വലിയ ആളുകൾക്ക് IIM CAT വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന ആളാണ് ബൈജു രവീന്ദ്രൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം പലതവണ CAT എഴുതുകയും അദ്ദേഹം പലതവണ അത് ഉന്നതമായ പെർസെൻറ്റേജോട് കൂടിയിട്ട് അദ്ദേഹം അത് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ് ബേസ് വളർന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ഫണ്ടിങ് ഈ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കുകയും ആ ഫണ്ടിങ് മുഴുവൻ ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു വീക്ക് പോയിന്റ് ആയിരുന്നു. കാരണം ഷാറുഖ് ഖാനാണ് ഇന്ത്യയിൽ ബൈജൂസിൻ്റെ ഒരു പോസ്റ്റർ ബോയായിട്ട് വന്നത്. ഓരോ വർഷവും 4 കോടി രൂപയാണ് ഷാറുഖ് ഖാൻ കൊടുത്തത്. മലയാളത്തിൽ മോഹൻലാലാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ലയണൽ മെസ്സി ഏകദേശം 50 to 60 crore ഏകദേശം 1-2 ആഡ്സിന് വേണ്ടിയിട്ട് ബൈജൂസ് ഹയർ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം സ്പെൻഡിങ് ആണ് ചെയ്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജേഴ്സി സ്പോൺസേഴ്സ് ബൈജൂസ് ആയിരുന്നു. ഏകദേശം 300 crores പ്ലസ് ആണ് അവരൊരു വർഷം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാൻഡിങ് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള ഒരു ലേണിംഗ് അവിടെ ഉണ്ട്. കാരണം നമ്മൾ അവിടെ ആക്ച്വലി ആ പ്രൊഡക്റ്റ് എത്ര ആളുകൾ യൂസ് ചെയ്യുന്നു, ആ ആളുകൾ യൂസ് ചെയ്തിട്ട് എത്രത്തോളം ഫേവറബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? നമ്മളാരും മേ ബി ഒരു സിനിമാ നടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റ് വാങ്ങില്ല. ഒരു സിനിമാ നടി മുമ്പിൽ വന്നു നിന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കോഴ്സിൽ ചേരില്ല. ഇത് ഇന്ത്യക്കാരുടെ വളരെ മേജർ ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണ്ടെത്തുന്നതിൽ ബൈജൂസിന് വലിയൊരു പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെയധികം വലിയൊരു സ്പെൻഡ്, അവരുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോസിലോട്ട് പരമാവധി കൊണ്ടുപോകുന്ന ഒരു സ്പെൻഡ് അവർക്ക് മാർക്കറ്റിൽ വന്നു എന്നുള്ളതാണ് ഒന്നാമതായി തോന്നിയൊരു കാര്യം. രണ്ടാമത്തെ കാര്യം അവരുടെ സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. ഈ സെയിൽസുമായി ബന്ധപ്പെട്ട് വളരെ എന്താ പറയുക, വളരെ ആളുകളൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിലോട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് അവർ പരീക്ഷിച്ചു. മുമ്പേ ആളുകൾ പരാതിപ്പെട്ടിരുന്നതാണ് കുറേ എക്സാംസ് നടത്താതെ തന്നെ എക്സാംസ് നടത്തിയെന്ന് പറഞ്ഞ് അവരെ വിളിക്കുക. അതേപോലെ തന്നെ കുറേ ശരിയല്ലാത്ത പ്രോമിസ്, സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രോമിസുകൾ കൊടുക്കുക. കാരണം അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് വലിയ പ്രഷറിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നുള്ള യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് എവിഡൻ്റ് ആണ്. ഒരുപാട് ആൾക്കാർ അവരുടെ അപ്പർ മാനേജ്മെൻറ്റ് തെറി വിളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇത് എങ്ങനെയെങ്കിലും ഒരു സെയിൽസ് ക്ലോസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലോട്ട് അതിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിനെ കൊണ്ടുപോയി. എങ്ങനെയെങ്കിലും ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അറിയാതെയെങ്കിലും ചില ആവശ്യമില്ലാത്ത പ്രോമിസസ് സ്റ്റുഡൻസിന് കൊടുക്കും. ഇത് നിറവേറാതെ വരുമ്പോൾ അവിടെ സ്റ്റുഡൻസ് അവർക്കെതിരായി വരും. അത് സംഭവിക്കും. എന്താ സംഭവിക്കുക? അവർ ആ പ്രൊഡക്റ്റ് ഇട്ടുകൊണ്ട് പോകും. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ആഫ്റ്റർ സെയിൽസ് എന്ത് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രധാനം എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് അവൈലബിൾ ആണ്. ബൈജൂസ് മേ ബി ദേ പ്രൊഡ്യൂസ്ഡ് അമേസിംഗ് കണ്ടന്റ്, നല്ല ആനിമേഷൻസ് ഒക്കെ വെച്ച് അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതേ കണ്ടന്റ് മേ ബി ഖാൻ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഇതേ കണ്ടന്റ് വേറെ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനപ്പുറം കുട്ടികൾക്ക് വലിയൊരു മെന്റർഷിപ്പാണ് ആവശ്യം. അപ്പോൾ പലപ്പോഴും ബൈജൂസിനെതിരെ വന്നൊരു പരാതി എന്താണ്? ആ പരാതി എന്നുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഞങ്ങളെ സെയിൽസിന് ശേഷം തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നില്ല, അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞങ്ങളുടെ പരാതികൾ കേൾക്കാൻ നിങ്ങളില്ല എന്നുള്ളതായിരുന്നു ബൈജൂസിനെതിരെ വന്ന വലിയ ആക്ഷേപങ്ങളിലൊന്ന്. ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാര്യം എഴുതി. ഇത് എസെൻഷ്യലി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയി മാറി. അപ്പോൾ ഈ ഒരു ആഫ്റ്റർ സെയിൽസ് എക്സ്പീരിയൻസ് എന്നുള്ളത് സ്റ്റുഡൻസ് റിട്ടൻഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം ഈ വർഷം ഒരു സാധനം വാങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലൊരു കുട്ടിയെ കിട്ടി, അവർ ഹാപ്പി ആണെങ്കിൽ അടുത്ത
+2 വരെ അവർ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആണ്. 7 വർഷത്തേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ആ സ്റ്റുഡൻറ്റ് റവന്യൂ കിട്ടുന്നത്. പക്ഷേ 5ാം ക്ലാസ്സിൽ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തിട്ട് അവൻ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഫീസ് വാങ്ങിയിട്ടും കാര്യമില്ല, അവർക്ക് അടുത്ത 7 വർഷത്തേക്ക് ആ റവന്യൂ എന്താണ്, ആക്ച്വലി നഷ്ടമാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ബൈജൂസിന് സംഭവിച്ച 3ാമത്തെ പാളിച്ചകളിലൊന്ന്. 4ാമത്തെ പാളിച്ച എന്നുള്ളത് അവരുടെ അക്യൂസിഷൻസുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് അക്യൂസിഷൻസ് ആണ് കോവിഡ് സമയത്ത് ബൈജൂസ് നടത്തിയത്. ഗ്രേറ്റ് ലേണിംഗ്, അതേപോലെ തന്നെ വൈറ്റ് ഹാറ്റ് ജൂനിയർ, ജിയോജിബ്ര എന്ന് തുടങ്ങി ഒരുപാട് സ്റ്റാർട്ടപ്സിനെ, ഇന്ത്യക്കും അകത്തും പുറത്തുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സിനെ അവർ അക്വയർ ചെയ്തു. പല ഡിസ്നി പോലെയുള്ള ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് അവർ അഗ്രിമെന്റ്സിലെത്തി. പക്ഷെ ഇവിടെ ചില അക്യൂസിഷൻസ് അവർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴൊരു ഫ്ലോട്ട് ചെയ്യുന്ന അക്യൂസിഷൻ എന്നുള്ളത് ആകാശിന്റെ അക്യൂസിഷൻ ആണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് ലേണിംഗ്, ജിയോജിബ്രക്ക് അമേസിംഗ് പ്രൊഡക്ട്സ് ആണ്. പക്ഷേ ചില അക്യൂസിഷൻസ് ദാറ്റ് ഹേർട്ട് ദം വെരി ബാഡ്ലി. ഫോർ എക്സാമ്പിൾ, വൈറ്റ് ഹാറ്റ് ജൂനിയർ അത് ഒരു കോഡിംഗ് റിലേറ്റഡ് ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. പക്ഷെ അതിന് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് വെച്ചിട്ടുള്ള അതീവമായിട്ടുള്ള എക്സ്ട്രീം ഫോമോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു വൈറ്റ് ഹാറ്റ് ജൂനിയർ ഉണ്ടായിരുന്നത്. ബൈജൂസിനൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ്. 9ാം ക്ലാസ്സിൽ ഒരാൾ നാസയിലെത്തി, 10ാം ക്ലാസ്സിൽ ഒരുത്തൻ ഗൂഗിളിൽ എഞ്ചിനീയറായി എന്ന് തുടങ്ങി. ഇതില്ലെങ്കിൽ സ്റ്റുഡൻസിന് ഈ കോഡിംഗ് ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്നുള്ള രീതി. ഈ സ്റ്റാർട്ടപ്പിനെ, ഈ അക്വിസിഷൻ നടത്തിയോടുകൂടി ഈ സ്റ്റാർട്ടപ്പിന് ഇട്ടെറിഞ്ഞ് അതിന്റെ മുതലാളി, അതിന്റെ പ്രൊമോട്ടർ ആയിരുന്ന ബജാജ്, അദ്ദേഹം പോയി. ഓക്കെ, അതോടുകൂടി ഇത് ബൈജൂസിന്റെ തലയിലായി. വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ബൈജൂസ് ആക്ച്വലി വൈറ്റ് ഹാറ്റ് ജൂനിയറിനെ അക്വയർ ചെയ്ത്. ഇന്ന് ഓൾമോസ്റ്റ് ക്ലോസിംഗ് സ്റ്റേജിലാണ് ആക്ച്വലി വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നുള്ളത്. അവർക്ക് വലിയ ലോസ് ആണ് വൈറ്റ് ഹാറ്റ് ജൂനിയർ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ണർഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ഡിസ്നിയുമായിട്ട് ബൈജൂസ് ഒരു പാർട്ണർഷിപ്പിൽ എത്തുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോവർ ഗ്രേഡിലുള്ള സ്റ്റുഡൻസിന്, ഒരു LKG മുതൽ 3rd സ്റ്റാൻഡേർഡ് വരെയൊക്കെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോറീസിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാവുന്ന അമേസിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ ഡിസ്നി ക്യാരക്ടേഴ്സിനൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്നി എന്നുള്ളത് ഒരു 100 years പ്ലസ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ ക്യാരക്ടേഴ്സിനെ, മേ ബി ഒരു മിക്കി മൗസിനെയോ അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്കിനെയോ അത് ബൈജൂസിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ അവർ അനുവദിക്കില്ല. അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈജൂസ് ഉണ്ടാക്കിയ ലെസൺ പ്ലാനിലോട്ടും മറ്റും ഡിസ്നി ആക്ച്വലി ഫിറ്റ് ഇൻ ചെയ്തില്ല. അപ്പോൾ അവർ നേരത്തെ പെനിട്രേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ആ മാർക്കറ്റിലോട്ട് അവർ വലിയ ഡിലേ, 1 or 2 years പ്ലസ് എന്ത് ചെയ്തു, ഡിലേ വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു പ്രശ്നമായി മാറി. അപ്പോൾ ഇങ്ങനത്തെ ബാഡ് അക്യൂസിഷൻസ് ബൈജൂസിനെ നന്നായിട്ട് ഹേർട്ട് ചെയ്തു എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ടീച്ചേഴ്സാണ്. നമ്മളെപ്പോഴും ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ആ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓഫ്ലൈനിലോട്ട് കൊണ്ടുപോകും തോറും, നമ്മൾ എക്സ്പാൻഡ് ചെയ്യും തോറും ആ ടീച്ചേഴ്സിനെ നമ്മൾ എത്രത്തോളം മിനിമൈസ് ചെയ്യുന്നു അത്രത്തോളം ബെറ്റർ ആ സ്റ്റാർട്ടപ്പ് വിജയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ XNY സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന, നമ്മളൊരു 1000 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ 2000 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും ഒറ്റ ടീച്ചർ സ്ട്രെങ്ത് മതി. കാരണം ലൈവ് എടുക്കാൻ വേണ്ടി ഒരു ടീച്ചർ മതി. ബാക്കി റെക്കോർഡ് സെഷനിലൂടെ ഒരു നല്ല ടീച്ചറുടെ കണ്ടന്റ് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് ആളോട്ട് എത്തിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഓഫ്ലൈൻ സെന്റേഴ്സ് തുടങ്ങിയാലോ, ഇപ്പോൾ ഇവിടെ XNY മേ ബി ഷഫീർ സാർ ഉണ്ട്, അല്ലെങ്കിൽ അസീം സാർ ഉണ്ട്. അവരെ നമുക്ക് എത്ര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കും? അവരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 5 സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 10 സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെന്റേഴ്സ് തുടങ്ങുന്നിടത്ത് ടീച്ചേഴ്സ് എന്തല്ല, ആക്ച്വലി സ്കെയിലബിൾ അല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ആ നല്ല ടീച്ചേഴ്സിനെയാണ് കുട്ടികൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എഡ്യൂക്കേഷൻ ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനത്തെ ടീച്ചേഴ്സാണ്. നല്ല ടീച്ചേഴ്സ് ഉണ്ടാവുക, അതേപോലെ നമ്മുടെ വിഷനുമായി അലൈൻ ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവുക. നമ്മുടെ വിഷന് നേരെ എതിരെയുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിലോ, അപ്പോൾ ഒരു 100 ടീച്ചേഴ്സിനെ വെച്ച് അല്ലെങ്കിൽ 200 ടീച്ചേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ആ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എന്നുള്ളത് എല്ലാവരും യൂണിഫോം ആയിട്ട് അതേപോലെ കണ്ടന്റ് ഡെലിവർ ചെയ്യുക, അതേപോലെ തന്നെ അവരെ ഒരേ വിഷനോട് കൂടി സംസാരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഏത് രീതിയിലും ഓഫ്ലൈനിലോട്ട് വരുന്ന സ്ഥാപനങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. സോ വാട്ട് ഹാവ് യു ലേൺ ഫ്രം ദാറ്റ്? ഞങ്ങൾ ലേൺ ചെയ്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. ഒന്ന്, സ്റ്റുഡൻറ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് XNY നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ XNY സ്റ്റുഡൻസ് കൊടുക്കുന്നതിന് നിങ്ങൾ കമന്റ് ചെയ്യണം എത്രത്തോളം നമ്മളതിൽ എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു 50 സ്റ്റുഡൻസിന് 60 സ്റ്റുഡൻസിന് ടീച്ചർക്ക് അപ്പുറം ഒരു മെന്റർ, ആ മെന്ററാണ് കുട്ടിയുടെ കാര്യങ്ങൾ അവരെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെന്റർഷിപ്പ് തന്നെ 2 ലെവലിൽ. ഒന്ന്, അവരുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തുള്ള മെന്റർഷിപ്പ്,
രണ്ട് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണൽ മെൻറ്റർ. ഈ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ് XNY എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞങ്ങൾ അതിനുവേണ്ടി ഒരു എക്സ്പീരിയൻസ് ടീം തന്നെ ഉണ്ട്. നമുക്കൊരു ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ലതീത മാം. IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. പുള്ളിക്കാരി ഒരു മാത്സ് ടീച്ചർക്ക് അപ്പുറം നമ്മുടെ മെൻറ്റർ ടീമിനെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനത്തെ ഒരു ഡിവിഷൻ തന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് ബിൽഡ് ചെയ്തു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എഡ്യൂക്കേഷനിൽ എക്സ്പീരിയൻസ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് സെയിൽസിൽ ഒരിക്കലും നമ്മൾ ഫാൾസ് പ്രോമിസസ് കൊടുക്കരുത് എന്നുള്ളതാണ്. സെയിൽസിൽ എപ്പോഴും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള എന്താണ് നമ്മൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതോടൊപ്പം ഈ ആഫ്റ്റർ സെയിൽസ് പ്രോഗ്രാമും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ടീച്ചേഴ്സ് എപ്പോഴും യുണീക്കായി നിൽക്കണം എന്നുള്ളതാണ്. കുറേ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുക എന്നുള്ളതല്ല, ക്വാളിറ്റിയുള്ള ഒരു 10 ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെയാണ് എഡ്ടെക്കിൻ്റെ ട്രൂ സ്കെയിലബിലിറ്റി കിടക്കുന്നത്. നാലാമത്തെ കാര്യം എന്നുള്ളത് ഗ്രോത്ത് എന്നുള്ളത്. നമ്മൾ കുറേ സിനിമാ താരങ്ങളെയോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെയോ കണ്ട് മേ ബി ദാറ്റ് വിൽ ഹെൽപ്പ് ഫോർ ബ്രാൻഡിങ്, ബട്ട് അത് കണ്ടിട്ട് ആരും പ്രോഗ്രാം വാങ്ങാൻ പോകുന്നില്ല. പ്രോഗ്രാം വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റ് ക്വാളിറ്റി തന്നെയാണ് പ്രധാനം. ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെയാണ് ഞങ്ങൾ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് ലേൺ. ഇത് തന്നെയാണ് ബാക്കി സ്കൂൾസും മറ്റ് എഡ്ടെക് സ്ഥാപനങ്ങളൊക്കെ ലേൺ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ആൻഡ് വിൽ ഹാവ് എ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതോടൊപ്പം XNYയുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും 6th to 10th സ്റ്റുഡൻസിന് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.